കാട് വേണം, മലകൾ വേണം, മരം വേണം, റോഡ് വേണം, വാഹനങ്ങൾ വേണം, വീട് വേണം, മതിലുകൾ വേണം, അരുവി വേണം, കുളം വേണം, താറാവ് വേണം, ആനിമൽസ് വേണം, ബട്ടർഫ്ലൈ വേണം, പൂക്കളം വേണം. അങ്ങനെ എന്തൊക്കെ ഈ ഭൂമിയിലുണ്ട് അതൊക്കെ നമുക്കിതിൽ കൊള്ളിക്കാൻ പറ്റണം. എയറോപ്ലെയിൻ വേണം, അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാത്തതൊന്നുമില്ല എന്നുള്ള ആ ഒരു മട്ടിൽ ഞാനിതങ്ങ് ഏറ്റെടുത്തു, ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഒരു മൈൻഡിൽ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ഞാൻ പൊതുവേ എന്ത് ചെയ്താലും സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. എനിക്ക് കുറേ വാരിത്തേക്കുന്നത് ഇഷ്ടമല്ല. എങ്കിൽ പോലും കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഒരുപാട് ഐറ്റംസ് ഇതിൽ കൊള്ളിക്കേണ്ടത് കൊണ്ട് തന്നെ അത് മൊത്തം കൊള്ളിച്ചു കേട്ടോ. അതിൽ റോഡ് ഞാൻ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഗ്രാസ് എഫക്റ്റ് കൊടുത്തിട്ടുള്ളത് എപ്പോഴും ചെയ്യുന്നത് പോലെ ഞാൻ ഇതിന് മുന്നേ നേച്ചർ തീം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ നമ്മൾ സ്പഞ്ചിൽ കളേഴ്സ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ പാറയായിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വാട്ടർ എഫക്റ്റ് കൊടുത്തിട്ടുള്ളത് അരുവിയായിട്ടും കുളമായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജെല്ലാണ്. അതിലൊരു താറാവിനെയൊക്കെ വെച്ചിട്ട് അതങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ വാഹനങ്ങൾ കൊടുത്തു. പിന്നെ എയറോപ്ലെയിൻ കൊടുത്തപ്പോൾ എനിക്കെന്തോ അതൊരു ഓവർ അധികപ്പറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനത് മെല്ലെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടൊക്കെ ഫോണ്ടൻറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മരങ്ങളും. പിന്നെ മതിൽ വരുന്ന റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഐറ്റംസാണ് കേട്ടോ. ഫോണ്ടൻറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലും ഞാൻ റിയൽ ആയിട്ടുള്ള ടോയ്സാണ് അതിൽ വെച്ചിട്ടുള്ളത്, ആനിമൽസും അതുപോലെ കാറുകളൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെക്കാനുള്ള സ്പേസസ് ഭയങ്കര കുറവായിരുന്നു. കാരണം എല്ലാം ഉൾക്കൊള്ളിച്ച് നോക്കുമ്പോൾ എനിക്ക് ഓവറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഓവറാക്കി ചളമാക്കി കുളമാക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം കേട്ടോ. അപ്പം ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സൊക്കെ കൊള്ളിക്കാൻ ഫ്രണ്ടിൽ മേലയിലില്ലാത്തത് കൊണ്ട് സൈഡിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, നെയിമൊക്കെ കൊടുത്തു, ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ഇടണം, ചളമാക്കിയോ കുളമാക്കിയോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ, അതൊക്കെ വഴിയേ വരും. അവരെ സർപ്രൈസിങ് വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ്. കാരണം വെച്ചാൽ ഇത് അത്യാവശ്യം വലിയൊരു ഐറ്റങ്ങളായിരുന്നു.